ഹലോ സലാല ട്രിപ്പ് ഒന്ന് മൂന്നാമത്തെ ഡേ ആണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഓടി ബസ്സിൽ കയറിയതാണ്. പക്ഷേ അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കലേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിക്ക് നമ്മൾ കുറേ തെങ്ങിൻ തോപ്പ് കണ്ടായിരുന്നു, പിന്നെ കുറച്ച് പാടം, മല, പിന്നെ എന്താ പറയണ കുറ്റിക്കാട്. ഇത് കുറ്റിക്കാട് കാണുമ്പോൾ ശരിക്കും തമിഴ്നാട്ടിൽ നമ്മൾ പോകുമ്പോൾ തമിഴ്നാട് ബോർഡർ നമ്മൾ കിടക്കുമ്പോൾ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. അതുപോലെ തന്നെ കുറ്റിക്കാട് ഇവിടെ ആൾ സഞ്ചാരമൊക്കെ വളരെ കുറവായിട്ട് തോന്നിയത്. പിന്നെ അവർ നേരെ കൊണ്ടുപോയത് ഒരു ലേക്കിലാണ്. ലേക്കിൽ വെള്ളമൊന്നുമില്ല, മൊത്തം സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ മൊത്തം നശിച്ച് കിടക്കണമായിരുന്നു. എന്നാലും അവിടെ കൊണ്ടുപോയി ഞങ്ങൾ നിർത്തി. നേരെ 10:30 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. കൈകൊട്ടി നമ്മൾക്ക് ആഘോഷിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട, ഉണങ്ങിയ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു. കഴിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം രാവിലെ ഒന്നും പൊറോട്ട കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവിടെ മൊത്തം കുട പിടിച്ച് നടക്കാനേ പറ്റത്തുള്ളൂ, അത്ര ചൂടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. കാരണം എല്ലാവരും ബസ്സിൽ തന്നെ പോയിരിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം മൊത്തം ഇറങ്ങി കണ്ട് ഇങ്ങനെ നടന്ന് അതിനിടയ്ക്ക് ബോട്ടിങ്ങിനുള്ള കുറച്ച് ഏരിയ കുറച്ച് ഒരു വൃത്തി ഉണ്ടായിരുന്നു. അവിടെ പോയി ജസ്റ്റ് നോക്കി. ബോട്ടിങ്ങിനൊന്നും കയറാൻ ആരും കയറുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ ആഗ്രഹമുള്ളവർ മാത്രം ജസ്റ്റ് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് അവിടെ വെള്ളത്തിനവിടെ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി. നിറച്ചും മീനായിരുന്നു കേട്ടോ. കുറേ പേര് കുപ്പിയിൽ ആ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോസിനൊന്ന് വേണ്ടിയിട്ട് മാത്രം ആ വെള്ളത്തിലിറങ്ങി. അപ്പോൾ ഒരു ഫാമിലി പോകുന്നുണ്ട് ബോട്ടിൽ. അവിടെ അങ്ങനെ സീസണിന് മാത്രമേ അങ്ങനെ പോകുന്നുള്ളൂ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയം നമുക്കറിയില്ലല്ലോ സീസൺ അല്ല എന്നുള്ളത്. അത് നമുക്ക് അവർ പറഞ്ഞു തന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ആ ലേക്കിൻ്റെ കുറച്ച് പുറകിലായിട്ട് കുറച്ച് ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കാരണം ചെറിയൊരു മറ്റേ കുറ്റി കുറ്റി ചെടികളൊക്കെ നിൽക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഭംഗിയുണ്ട്. പിന്നെ അതിന് തിരിച്ച് കയറി പോന്നു, കാരണം വെയിൽ ഭയങ്കര തലവേദന എടുക്കണ്ടായിരുന്നു. വെയിൽ ഉള്ളതുകൊണ്ട് നേരെ തിരിച്ച് കയറി പോന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ഏരിയകൾ നല്ല ഉണ്ടായിരുന്നു. നല്ല വൈബുള്ള ഫോട്ടോസുകളെല്ലാം കിട്ടിയായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസുകൾ മാത്രം വെർത്തായിട്ട് കിട്ടി. അതിന് ശേഷം നേരെ ബസ്സിലോട്ട് കയറാനുള്ള ടൈമായിരുന്നു. നേരെ ബസ്സിലോട്ട് കയറുന്ന ഒരു പോക്കാണ് ഈ പോകുന്നത്. കാരണം തലവേദന എടുക്കുന്നുണ്ട്, ചൂട്, പിന്നെ വന്ന നമ്മൾക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു ഇതൊന്നും കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നേരെ ബസ്സിലോട്ട് തിരിച്ച് കയറി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കുട്ടി. അതാണ് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തിരുന്നത്. ഇതിന് ബസ്സിൽ കയറി എല്ലാവരും ഷോക്ക് അടിച്ചിരിക്കണമായിരുന്നു, കാരണം ഈ ചൂടും വൈബും ഒന്നും ഇല്ലാതുണ്ട്. പിന്നെ പാട്ടിടാൻ പറഞ്ഞു, പാട്ടിട്ടു. അവർ സമരം ചെയ്ത് പാട്ടിടിച്ച പോലെ പാട്ടൊക്കെ ഇട്ടു. പിന്നെ നേരെ പോയതൊരു മലയുടെ മേളിലാണ്. ഇതൊക്കെ സീസണിൽ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന ഒരു ഏരിയ ആണെന്നാണ് അവർ പറയണത്. അതെല്ലാം കണ്ടു. പിന്നെ നമുക്ക് നേരെ നെക്സ്റ്റ് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റേ എന്താ പറയുക, വാഹനം ഡ്രൈവർ ഇല്ലാതെ പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അതിന് എന്തോ പറയുമല്ലോ, ഇതാണ് ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ് എന്ന് വെച്ചാൽ ഡ്രൈവർ ഇല്ലാതെ വണ്ടി തനിയെ പോകും. അപ്പോൾ അത് നമുക്ക് ഡെമോൺസ്ട്രേഷനെല്ലാം അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ പോയത് ഫാം ഹൗസിലോട്ടാണ്. ഫാം ഹൗസിലാണ് നമുക്ക് ലഞ്ച് അവിടെ അറേഞ്ച് ചെയ്തെന്ന് വെച്ചത്. ഈ ഒരു പട്ടി ഒരാളെ പോലും ഇവിടെ നിന്ന് കടത്തി വിടുന്നില്ല കേട്ടോ, അമ്മാതിരി ഒരു സാധനം വരുന്നു. പിന്നെ കുറച്ച് സപ്പോർട്ടുണ്ട്, പപ്പായ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രം കണ്ട്. ബാക്കിയെല്ലാം ചെടികൾ മാത്രമാണ്, അനാറിൻ്റെയൊക്കെ ചെടികൾ മാത്രമാണ് അവിടെ കണ്ടിരുന്നത് വെച്ചത്. വലിയ ഫാം ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ടും അതുപോലെ ദുബായിൽ ഇപ്പോൾ ഫാം ഹൗസുകൾ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് വലിയ കൗതുകം തോന്നിയില്ല. നമ്മുടെ നാട്ടിലൊരു പറമ്പ്, അത്ര നാടിൻ്റെ ഒരു പറമ്പിൻ്റെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാഴത്തോട്ടം, കാരണം വാഴ ഒത്തിരി ഉണ്ടായിരുന്നു. വേറെ ഉള്ളതെല്ലാം സാധാരണ ഈ സീസൺ അല്ലാത്തതുകൊണ്ടൊന്നും കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി എന്ത് ധൈര്യത്തിലാണാവോ ഞാൻ ചാടിക്കറിയ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. വല്ല പാമ്പുണ്ടായിരുന്നെങ്കിൽ കൊത്തിയല. പിന്നെ ഇതൊരു നഴ്സറിയാണ്. അവർ ഇതിൻ്റെ എല്ലാം തൈ വെക്കുന്ന ഒരു ചെറിയൊരു നഴ്സറിയാണ്. ആ നഴ്സറിൻ്റെ ഉള്ളിൽ കൂടി എല്ലാത്തിൻ്റെയും വിത്തും എല്ലാത്തിൻ്റെയും ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തോട്ട് കടന്നപ്പോഴാണ് ശരിക്കും ഒരു നാടിൻ്റെതായ ഒരു ഫീല് എനിക്ക് തോന്നിയത്. കാരണം സലാല എപ്പോഴും നാടായിട്ട് എന്ത് യോജിക്കാൻ പറ്റും എന്നാണ് എല്ലാവരും പറയാറ് പോയവരൊക്കെ. അതിൻ്റെ ഒരു ബേസിലാണ് ഈ ഒരു ടൂർ പാക്കേജ് എടുത്തത് തന്നെ. പക്ഷേ ഈ ഒരു റോട്ടിൽ വന്നപ്പോൾ മാത്രം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പുറത്തോട്ട് ഇറങ്ങിയെന്ന് വർത്താനൊക്കെ പറയുമ്പോൾ റോഡ് സൈഡിൽ കൂടി വണ്ടി പോകുന്നു, പിന്നെ തെങ്ങിൻ തോപ്പ്, നമ്മുടെ ഇലക്ട്രിസിറ്റി, ആ കമ്പികളൊക്കെ പോകുന്നു, അത് ആ ഒരു ഫീല് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം ഫ്ലോപ്പായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയിട്ട് ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ നേരെ തിരിച്ചു വന്നു, ഫുഡ് കഴിച്ചു. ഫുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് വെറുതെ കോരി 2 സ്പൂൺ കഴിച്ചു. ബാക്കിയെല്ലാം അവിടെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു. പിന്നെ വാഴത്തോപ്പിൽ വന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ എന്താ നമ്മൾ ആ തേനും എൻ്റെ കുടപ്പൻ്റെ തേനൊക്കെ കുടിക്കില്ലേ, അതെല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഒരെണ്ണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നിലും ഉണ്ടായിരുന്നില്ല, ഉറുമ്പായിരുന്നു മൊത്തം. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ അങ്ങനെ ഈ ഒരു ഇതിലിടാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ എടുത്തു.
പിന്നെന്താ അവിടെ കണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മത്തങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം. ഫാം ഹൗസിൻ്റെതായ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ തുച്ഛമായ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോരുമ്പോൾ വലിയ വാഴത്തോപ്പും ചീര കൃഷികളും പിന്നെ മറ്റേ നമ്മുടെ എന്നിട്ടാ പറയണ മല്ലിയില അതിൻ്റെയൊക്കെ ഇട്ട് പിന്നെ മൊത്തം വൈബായിരുന്നു. ബസ്സിലെല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ വെച്ചിട്ട് കുറേ പേര് ഫ്രണ്ടിലുള്ള ഫാമിലീസ് എല്ലാം ഡാൻസ് കളിക്കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്നു. ഇന്നത്തെ ഒരു ഡേ അങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് തീർന്നു. വൈകുന്നേരം നേരത്തെ ഹോട്ടലെത്തി, നമ്മൾ ഡിന്നർ കഴിച്ചു, നേരെ കിടന്നുറങ്ങി. നാളത്തെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നാളെ ഇനി എങ്ങോട്ടാണ് പോകണേന്ന് എനിക്കറിയത്തില്ല. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ. എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു.